ഹായ് ഓൾ. ഇന്ന് മോളുടെ സ്കൂളിലാണെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഞാനും മോനും കൂടിയാണ് പോകുന്നത്. മോനാണെങ്കിൽ എന്തോ വലിയ ആലോചനയിലാണ്. ഇക്ക കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:45 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡാൻസിനുള്ള കുട്ടികളെല്ലാം റെഡി ആയി നിന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണെങ്കിൽ മോൻ ഒരേ കുരുത്തക്കേടായിരുന്നു കേട്ടോ. പിന്നെ അകത്തിരുന്നപ്പോൾ അവർ പറഞ്ഞു റിബൺ കട്ട് ചെയ്തിട്ട് എല്ലാവരും അകത്ത് കയറിയാൽ മതി, എല്ലാവരും പുറത്തിരിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പുറത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശിഷ്ട അതിഥികളൊക്കെ എത്തി കേട്ടോ. അച്ഛന്മാരാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത്. അച്ഛന്മാരെല്ലാവരും എത്തി. പിന്നെ റിബൺ കട്ട് ചെയ്തു. ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. റിബൺ കട്ട് ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ സ്കർട്ടൻ പൊക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി ഡാൻസ് ആയിരുന്നു. ഇതിനിടയ്ക്കാണെങ്കിൽ മോനും ഇങ്ങനെ കുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പുറത്തേക്ക് പോകും, അകത്തേക്ക് വരും. പിന്നെ അവിടെ ക്രയോൺസ് കൊണ്ടൊക്കെ വരച്ച് കൂട്ടലും അങ്ങനെ ഒരേ കുരുത്തക്കേടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രോഗ്രാം ഒന്നും നേരെ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ഒരു ആദരിക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ ഒരു താക്കോൽ ദാന ചടങ്ങുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ മോൾ വാഷ്റൂമിൽ പോയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോൾ വലിയ മൈൻഡൊന്നുമില്ല, നമ്മളെ കാണാത്ത പോലെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മോൻ ഒരൊറ്റ ഓട്ടം ഉണ്ട്. അപ്പുറത്താണെങ്കിൽ റോഡാണ്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല കേട്ടോ. ഒരുപാട് നേരം ഇരിക്കാൻ പറ്റിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് മോൻ അതിയുതി ഓടുന്ന കാരണം എനിക്ക് പേടിയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണെങ്കിൽ മോൾ ഓടിക്കൊണ്ട് വന്ന് എന്താ പോകുമെന്ന് ചോദിച്ചു. പിന്നെ മോൻ അവിടെ ഇരിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ മോൾക്ക് ടാറ്റയെല്ലാം കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതും പിടിച്ചു കേട്ടോ. വലിയൊരു മഴ വന്നേ. അങ്ങനെ ഞങ്ങളന്ന് ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് കയറിയിട്ട് നമ്മുടെ പുഷ്പിച്ചേച്ചിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നത്. അങ്ങനെ വന്നത് ഈ ത്രെഡ് ചെയ്യാൻ വേണ്ടി കയറിയാണ് അവരത്. മോനാണ് കേട്ടോ അവിടെ ഡോറിലെല്ലാം കൊട്ടുന്നത്. പിന്നെ ഇടയ്ക്ക് മോനാണെങ്കിൽ കുരുത്തക്കേട് കാണിക്കുന്നത് ഈ ഒരു സീറ്റിലെല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ. മോന് ത്രെഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനാണെങ്കിൽ ഉമ്മാക്ക് ചെയ്യേണ്ടത് എനിക്ക് ചെയ്ത് തരും പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയൊക്കെയോ കാണിക്കേണ്ടത്. നമ്മൾ ത്രെഡ് ചെയ്യാനിരുന്ന് എന്നെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് അവൻ്റെ ഷെൽഫൊക്കെ തുറക്കുന്നുണ്ട്. പിന്നെ ഈ ചുമരൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വലിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് എൻ്റെ കണ്ണൊക്കെ നല്ലോണം ചുവന്നിട്ട് കേട്ടോ. അത് കണ്ണിൽ ഈ മുടിയൊക്കെ പോയിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അടിപൊളി മഴയെ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ കുടയൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിവർത്തി വെച്ചതാണ്. പക്ഷേ ആരോ മാറിയെടുത്തിട്ട് പോയി. അങ്ങനെ അവിടെ നിന്ന് മഴയൊക്കെ തോർന്ന ശേഷം ഞങ്ങൾ നേരെ മാംഗോ ബേക്കേഴ്സിൽ വന്നു കേട്ടോ. മോൻ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മോനാണെങ്കിൽ ഏതാ എടുക്കേണ്ടതെന്ന് ഒരേ കൺഫ്യൂഷനാണ്. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എന്താ എടുക്കേണ്ടതെന്ന് ഒരേ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2 ചോക്ലേറ്റ് പോലത്തെ ഈ ഒരു സ്റ്റിക്ക് പോലത്തെ 2 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ മോനാണെങ്കിൽ 2 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മോനും അതുപോലെ തന്നെ മോൾക്കും വേണ്ടിയിട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഈ ചോക്കോസ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒരെണ്ണം അവിടെ വെച്ചിട്ട് പിന്നെ ഒരെണ്ണം കൈ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പപ്സ് എല്ലാം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനത് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗുലാബ് ജാമില്ലേ, അതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ബില്ലടിക്കാൻ നിൽക്കുമ്പോഴാണെങ്കിൽ മോൻ താഴെ ഇരുന്നിട്ട് ഇനി എന്തെങ്കിലും എടുക്കണം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് മോനൊരു മാഗി പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ബില്ല് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മോൻ കൊടുത്ത്. അപ്പോഴേക്ക് ഇക്ക വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്കാർ എന്തൊക്കെയോ പോസ്റ്റ് മാറ്റുന്ന എന്തൊക്കെയോ തിരക്കായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ലൈൻ കമ്പികളൊക്കെ ഒത്തിരി താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മളിത് ഈ തൊട്ടടുത്തൊരു കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അത്രയും സാധനങ്ങൾ വാങ്ങിച്ചത് പോരാണ്ട് ഇവിടെ നിന്ന് 2 ബൂമറിന് വേണ്ടി നിൽക്കുകയെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ 2 ബൂമർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് മറക്കല്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു.